6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ യൂണിറ്റായ മിഡീവൽ വേൾഡ് മധ്യകാല ലോകം എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും നമുക്കിന്ന് ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചത്. എന്താണ് മധ്യകാലഘട്ടം? CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തെ ലോക ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നു. മെഡീവൽ പീരിയഡ്. The period between the 5th and the 15th centuries CE in the world history is known as the medieval period. ഈ യൂണിറ്റിൽ നമുക്ക് മധ്യകാല ലോകം അഥവാ മെഡീവൽ വേൾഡിനെ കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് മധ്യകാല യൂറോപ്പിനെ കുറിച്ചുള്ള ഒരു വിവരണം കേൾക്കാം. കാലം CE 5ാം നൂറ്റാണ്ട്. യൂറോപ്പിലെ ജനങ്ങൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് തള്ളി നീക്കിയത്. വടക്കൻ യൂറോപ്പിൽ നിന്നുള്ള ജർമാനിക് വർഗക്കാരുടെ നിരന്തര ആക്രമണങ്ങളായിരുന്നു അവരുടെ ഭീതിക്ക് കാരണം. ഇരച്ചുവന്ന ആക്രമണകാരികൾ നഗരങ്ങൾ കൊള്ളയടിക്കുകയും ആളുകളെ കൂട്ടക്കുരുതി നടത്തുകയും ചെയ്തു. ജനങ്ങൾ രാജാക്കന്മാരോട് സങ്കടമുണർത്തിച്ചെങ്കിലും അവരും നിസ്സഹായരായിരുന്നു. അവസാനം രാജാക്കന്മാർ ഒരു വഴി കണ്ടെത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവർക്ക് രാജ്യത്തെ ഭൂമി വീതിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ധീരന്മാരും യുദ്ധവീരന്മാരുമായ നിരവധി പ്രഭുക്കൾ ജനങ്ങളുടെ സംരക്ഷകരായി രംഗത്തു വന്നു. പ്രതിഫലമായി ലഭിച്ച ഭൂമി തങ്ങളോട് കൂറുപുലർത്തിയവർക്കും സേവനങ്ങൾ നൽകാൻ തയ്യാറായവർക്കും അവർ വീതിച്ചു നൽകി. ഇങ്ങനെ ഭൂമി ലഭിച്ചവർ അതേ വ്യവസ്ഥയിൽ മറ്റു ചിലർക്ക് ഭൂമി കൈമാറി. ഇത്തരത്തിൽ വിതരണം ചെയ്ത ഭൂമിയിൽ കർഷകരെ കൊണ്ട് പകലന്തിയോളം ജോലി ചെയ്യിച്ചു. അടിമകളുടേതിനു തുല്യമായിരുന്നു കർഷകരുടെ ജീവിതം. CE 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള യൂറോപ്പിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്ന വിവരണമാണ് മുകളിൽ തന്നിട്ടുള്ളത്. ഈ കാലഘട്ടം ലോക ചരിത്രത്തിൽ മധ്യകാലം എന്നറിയപ്പെടുന്നു. മധ്യകാല ഇന്ത്യയുടെ ചരിത്രമാണല്ലോ മുന്നധ്യായങ്ങളിൽ ചർച്ച ചെയ്തത്. മധ്യകാല യൂറോപ്പിൻ്റെ ചരിത്രം സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മുകളിൽ നൽകിയ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാം? യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരം ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. ആക്രമണങ്ങളെ ചെറുക്കാൻ രംഗത്തുവന്ന പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി വീതിച്ചു നൽകിയിരുന്നു. പ്രഭുക്കന്മാർ അവർക്ക് ലഭിച്ച ഭൂമി മറ്റു ചിലർക്ക് വീതിച്ചു നൽകി. കർഷകർക്ക് ഈ കൃഷിഭൂമിയിൽ അടിമകളെപ്പോലെ കഠിനമായി അധ്വാനിക്കേണ്ടി വന്നു. The above description gives us some hints about the European history between the 5th and the 15th centuries CE. In world history, this period is known as the medieval period. We have discussed the history of medieval India in the previous chapter. What information about the history of medieval Europe can you gather from the given description? The Europeans constantly faced attacks. The king distributed pieces of land to the lords who helped in defending the attacks. The lords distributed land to some others. The farmers were engaged to work in this land as slaves. താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്ന് മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പരിചയപ്പെടാം. From the diagram given below, various strata of medieval European society can be identified. രാജാവ് അഥവാ കിങ്, പ്രഭുക്കന്മാർ അഥവാ ലോർഡ്സ്, ഇടപ്രഭുക്കന്മാർ
അഥവാ ലെസർ ലോഡ്സ്, കർഷകർ അഥവാ ഫാർമേഴ്സ്. ഈ ഡയഗ്രം നിരീക്ഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനായിരുന്നു. രാജ്യത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവായിരുന്നു. രാജാവ് ഭൂമി പ്രഭുക്കന്മാർക്ക് നൽകി. ഇതിനു പകരമായി പ്രഭുക്കന്മാർ രാജാവിന് സൈനിക സേവനം നൽകി. ഓരോ പ്രഭുവും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർ എന്ന മറ്റൊരു വിഭാഗത്തിന് നൽകി. പകരം പ്രഭുക്കന്മാർ അവരിൽ നിന്ന് സേവനങ്ങൾ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയെ ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നു. The king enjoyed the highest status in the society. He was the sole owner of the entire land. He distributed land among the lords. In return, the lords offered military service. The lords in turn gave a part of their land to the lesser lords and demanded services from them. This social system in medieval Europe, formed on the basis of land ownership, is called feudalism. ഫ്യൂഡലിസം എന്ന ഈ വാക്ക് എങ്ങനെയാണ് വന്നതെന്നറിയാമോ? ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത്. ഫ്യൂഡ് എന്നാൽ ഒരു തുണ്ട് ഭൂമി എന്നാണ് അർത്ഥം. The word feudalism was derived from the German word feud, which means a piece of land. ഇത്തരത്തിലുള്ള ഈ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ കർഷകരായിരുന്നു. സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗവും അവരായിരുന്നു. പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളിലും വീടുകളിലും ജോലി ചെയ്യാൻ ഇവർ നിർബന്ധിതരായിരുന്നു. പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെ മാനർ എന്നാണ് വിളിച്ചിരുന്നത്. ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽ സ്ഥലങ്ങൾ, പ്രഭുവിൻ്റെ വലിയ വീട്, മില്ലുകൾ, കർഷകരുടെ കുടിലുകൾ, പ്രാർത്ഥനാലയം തുടങ്ങിയവ ഉണ്ടായിരുന്നു. The farmers stood at the lowest stratum of the feudal society. They were the majority and were compelled to work in fields and houses of the lords. The vast areas of land held by the lords were known as manor. Apart from the fields, each manor consisted of meadows, manor house, the residence of the lord, mills, huts of farmers, and a place of worship. അപ്പോൾ മധ്യകാല യൂറോപ്പിലെ വിവിധ വിഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? രാജാവ്, ഫ്യൂഡൽ സാമൂഹിക ഘടനയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം. രാജ്യത്തെ മുഴുവൻ കൃഷിഭൂമിയുടെയും ഉടമസ്ഥൻ. പ്രഭുക്കന്മാർ, രാജാക്കന്മാരിൽ നിന്നും ഭൂമി ലഭിച്ചവർ. രാജാക്കന്മാർക്ക് സൈനിക സേവനങ്ങൾ നൽകി. തങ്ങൾക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർക്ക് നൽകി. മാനറുകൾ എന്നറിയപ്പെടുന്ന വിശാല പ്രദേശങ്ങളിൽ ജീവിച്ചു. ഇടപ്രഭുക്കന്മാർ, പ്രഭുക്കന്മാരിൽ നിന്നും ഭൂമി ലഭിച്ചവർ. പ്രഭുക്കന്മാർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകി. കർഷകർ, സാമൂഹിക ക്രമത്തിൽ ഏറ്റവും താഴെയുള്ളവർ. അടിമകളെപ്പോലെ ജോലി ചെയ്തു. കിങ്, ഹയസ്റ്റ് സ്റ്റാറ്റസ് ഇൻ ദ ഫ്യൂഡൽ സൊസൈറ്റി, ദി സോൾ ഓണർ ഓഫ് ദി എൻറ്റയർ ലാൻഡ്. ലോർഡ്സ്, the lords received land from the king. In return, they offered military service. Gave a part of their land to lesser lords. They lived in manors. Lesser lords, they received land from the lords. In return, they offered service to the lords. Farmers,
lowest stratum of the feudal society. They worked like slaves. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലെ നഗരങ്ങൾ, കച്ചവടം, കച്ചവട കൂട്ടായ്മകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാം. ഫ്യൂഡലിസം നിലനിന്ന മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യമില്ലായിരുന്നു. മാനറുകളിലെ ഉൽപ്പന്നങ്ങൾ അവിടെ തന്നെ വിനിയോഗിച്ചു. ഓരോ പ്രദേശത്തും സംഘടിപ്പിക്കപ്പെട്ട ചന്തകളിലൂടെയാണ് ഉൽപ്പന്നങ്ങളും കാർഷികോപകരണങ്ങളും വിനിമയം ചെയ്തത്. സിറ്റീസ്, ട്രേഡ് ആൻഡ് ട്രേഡ് ഗിൽഡ്സ്. Trade was not prominent during the feudalistic period in the medieval era. The products of the manor were consumed right there. The farm products and farming tools were exchanged in the local markets. അങ്ങനെ CE 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. കച്ചവട പ്രാധാന്യമുള്ള സ്ഥലങ്ങളും കരകൗശല വ്യവസായ കേന്ദ്രങ്ങളുമാണ് നഗരങ്ങളായി മാറിയത്. തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചും ചില നഗരങ്ങൾ ഉയർന്നു വന്നു. ഇറ്റലിയിലായിരുന്നു ഇത്തരത്തിലുള്ള പുതിയ നഗരങ്ങൾ ആദ്യം രൂപപ്പെട്ടത്. ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു. വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ. ജർമ്മനിയിലെ ന്യൂറംബർഗ്, തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു. അവിടെ നിന്നാണ് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത്. Many new cities developed in Europe by the 11th century CE. Centers of trade and handicrafts gradually developed into cities. Areas around ports also became cities. Such new cities initially began to develop in Italy. The Italian cities had trade relations with the Asian and the Western European countries. Venice, Milan, Florence, and Genoa were the major newly developed Italian cities. Nuremberg in Germany and Constantinople in Turkey were the other major European cities. Spices, gems, and clothes from India and China were imported to these cities. From there, these goods were transported to other European countries. മധ്യകാലഘട്ടത്തിൽ ഉയർന്നുവന്ന മിക്ക നഗരങ്ങൾക്കും സ്വന്തമായ ഭരണ സംവിധാനമുണ്ടായിരുന്നു. ഓരോ നഗരവും വലിയ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ ശുചീകരണ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നതിനാൽ ഇത്തരം നഗരങ്ങൾ പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികളുടെ ഭീഷണിയിലായി. Most of these cities had their own administrative system. Tall boundary walls were built to protect these cities. These cities were not at all hygienic and were under the threat of epidemics like the plague. പ്ലേഗ് എന്ന പകർച്ചവ്യാധിയെക്കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ഇറ്റാലിയൻ എഴുത്തുകാരിയും കവിയുമായ ജിയോവാനി ബൊക്കാച്ചിയോ തൻ്റെ ദക്കാമറൻ കഥകൾ എന്ന കൃതിയിൽ പ്ലേഗിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിക്കൂ. രാവിലെ ഉറ്റവരോടൊപ്പം പ്രാതൽ കഴിച്ച് രാത്രി പരലോകത്ത് പൂർവികരോടൊപ്പം അത്താഴം കഴിക്കേണ്ടി വന്ന എത്രയെത്ര ധീരരായ പുരുഷന്മാരും സുന്ദരികളായ സ്ത്രീകളും. രോഗബാധിതരായ 10,000 ശുശ്രൂഷിക്കാൻ ആളില്ലാതെ നിരാശ്രയരായി മരിച്ചു വീഴുന്നു. ചിലർ പാതയോരങ്ങളിൽ ജീവൻ വെടിഞ്ഞപ്പോൾ മറ്റു ചിലരാകട്ടെ സ്വന്തം വീടുകളിൽ അന്ത്യശ്വാസം വലിച്ചു. ജീർണിച്ച മൃതശരീരങ്ങളിൽ നിന്ന് വമിച്ച ദുർഗന്ധത്തിൽ നിന്നായിരുന്നു വീടുകളിൽ ആളുകൾ മരിച്ചു കിടക്കുന്ന വിവരം
പുറം ലോകം അറിഞ്ഞത്. സെമിത്തേരിയിൽ സംസ്കരിക്കാൻ കഴിയാതെ ശവശരീരങ്ങൾ കൂമ്പാരങ്ങളായി കിടന്നു. മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു പ്ലേഗ് എന്ന രോഗം. പ്ലേഗ് ബാധിച്ച ഒരു നഗരത്തിൻ്റെ ചിത്രമാണ് ബൊക്കാച്ചിയോ നൽകുന്നത്. തുറമുഖ നഗരങ്ങളായിരുന്നു പ്ലേഗിൻ്റെ ഭീഷണി പ്രധാനമായും നേരിട്ടത്. കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലികളായിരുന്നു പ്ലേഗ് പരത്തിയത്. ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗ് അന്ന് കറുത്ത മരണം അഥവാ ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെട്ടത്. CE 1300 73 ദശലക്ഷം ഉണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ഒരു നൂറ്റാണ്ടു കഴിഞ്ഞപ്പോൾ 45 ദശലക്ഷമായി കുറഞ്ഞു. കൂട്ടുകാർ, ഈ മാപ്പ് ഒന്ന് നിരീക്ഷിക്കൂ. മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നില്ലേ? ഏതൊക്കെയാണവ? ന്യൂറംബർഗ്, മിലാൻ, വെനീസ്, ഫ്ലോറൻസ്, ജനോവ, കോൺസ്റ്റാന്റിനോപ്പിൾ. ഈ നഗരങ്ങളെല്ലാം ഏതെല്ലാം രാജ്യങ്ങളിലായിരുന്നു എന്നറിയാമോ? വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നീ നഗരങ്ങൾ ഇറ്റലിയിലായിരുന്നു. ന്യൂറംബർഗ് ജർമ്മനിയിലും കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്കിയിലുമായിരുന്നു. ഇത്തരത്തിൽ യൂറോപ്പിൽ പുതുതായി വളർന്നുവന്ന നഗരങ്ങൾ കരകൗശല വ്യവസായത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു. ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചു. കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പുപണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, തുകൽപ്പണിക്കാർ, മരപ്പണിക്കാർ എന്നിവരും ഗിൽഡുകൾ രൂപീകരിച്ചിരുന്നു. വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചത് ഗിൽഡുകളായിരുന്നു. The newly developed European cities were the centers of handicrafts and trade. The traders in these cities formed associations called guilds. Apart from traders, blacksmiths, goldsmiths, leather workers, and carpenters also formed guilds. The guilds fixed the prices and the quality of products and the working hours of the laborers. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. മധ്യകാലഘട്ടത്തിൽ വളർന്നുവന്ന ചില നഗരങ്ങളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവ ഏതു രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജനോവ, ഇറ്റലി. വെനീസ്, ഇറ്റലി. മിലാൻ, ഇറ്റലി. ഫ്ലോറൻസ്, ഇറ്റലി. ന്യൂറംബർഗ്, ജർമ്മനി. കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കി. അടുത്തത് ഒരു ഡയഗ്രം പൂർത്തിയാക്കാനാണ്. മധ്യകാലഘട്ടത്തിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മകൾ രൂപീകരിച്ചതായി നമ്മൾ പഠിച്ചല്ലോ. അതിൽ ഏതെല്ലാം തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്നവർ ഉൾപ്പെട്ടിരുന്നു എന്നത് ഒരു ഡയഗ്രമായി അല്ലെങ്കിൽ ഒരു പദസൂര്യനായി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലേ? കച്ചവടക്കാർ, ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, മരപ്പണിക്കാർ, തുകൽപ്പണിക്കാർ. Traders, blacksmiths, goldsmiths, carpenters, leather workers also formed guilds. മധ്യകാല ലോകം, മെഡീവൽ വേൾഡ് എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗവും അതിലെ പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.